DYFIയുടെ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ 4 ദിവസങ്ങളായിട്ട് തൃശ്ശൂർ നടക്കുക. ഈ സമ്മേളനം നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തും. പരീക്ഷാ പേപ്പർ ചോർത്ത, രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള തുടങ്ങിയ കാര്യങ്ങൾ. കേരളത്തിലാണെങ്കിൽ UDFൻ്റെ ഗവൺമെൻറ് അടിമുടി കാവ്യവൽക്കരിക്കപ്പെട്ടു. സാധാരണക്കാരും പാവപ്പെട്ടവരായി ആൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിർത്തലാക്കുക. അതുപോലെ തന്നെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയൊക്കെ തവിട് പൊടിയാക്കുകയാണ്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നതിനും അതിൽ ഇടപെടുന്നതിനും ആവശ്യമായ സമരങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിനും ഒക്കെയാണ് ഈ സമ്മേളനം. ആ നിലയ്ക്കൊക്കെ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ നഗറിൽ ഉയർത്താനുള്ള പതാക കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അത് നാളെ കാലത്ത് 10:30 മണിക്ക് നമ്മുടെ ജില്ലാതിർത്തിയായ വിളയൂരിൽ എത്തുകയാണ്. DYFയുടെ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ആണ് ക്യാപ്റ്റൻ. ബിജിൻ MLA ആണ് ട്രഷറർ. ഇത് വിളയൂർ പാലത്തിനടുത്ത് വെച്ച് ഒരു നല്ല സ്വീകരണം കൊടുക്കാൻ ആണ് പരിപാടി ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് ബൈക്ക് ജാഥയായി 11 മണിക്ക് പട്ടാമ്പി വന്ന് പട്ടാമ്പിയിൽ ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുക. നാളെ 10 മണിയോടുകൂടിയാണ് പുലാമന്തോൾ പാലം വഴി വിളയൂരിലേക്ക് കടക്കുന്നത്, നമ്മുടെ ജില്ലയിലേക്ക് കടക്കുന്നത്. ജില്ലയിൽ പ്രധാനമായും 3 സ്വീകരണങ്ങളാണുള്ളത്. അതിലാദ്യ സ്വീകരണം വിളയൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടും. അവിടെ ഹാരാർപ്പണവും സ്വീകരണവും കഴിഞ്ഞതിന് ശേഷം ബൈക്ക് റാലിയായി ജാഥ പട്ടാമ്പിയിൽ എത്തിച്ചേരും. പട്ടാമ്പിയിലാണ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത്. പട്ടാമ്പിയിലെ സ്വീകരണം 11 മണിയോടുകൂടി നമ്മുടെ നക്ഷത്ര ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടും. സ്വീകരണത്തിന് ശേഷം പിന്നീട് 3 മണിക്കാണ് കൂറ്റനാട്ടെ സ്വീകരണം ഉള്ളത്. അപ്പോൾ പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബൈക്ക് റാലിയായി ജാഥ കൂറ്റനാട്ടേക്ക് പോകും. കൂറ്റനാട്ട് ഇതുപോലെ സ്വീകരണം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ജില്ലാതിർത്തി വരെ, പാലക്കാട് ജില്ലയുടെ അതിർത്തി വരെ ജാഥയെ എത്തിക്കും. DYFI ഈ നാടിൻ്റെ വെളിപ്പുറത്തുള്ളൊരു സംഘടനയാണ്. രക്തം നൽകാനും അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികളുമായും ഒക്കെ ജനങ്ങൾക്കിടയിൽ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനയുടെ കുറവുകൾ, പോരായ്മകൾ ഒക്കെ പരിഹരിക്കാൻ, മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഒക്കെ അന്വേഷണം നടത്തുന്ന, അഭിപ്രായ സ്വരൂപണം നടത്തുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്ന പതാകയാണ് EMSൻ്റെ കർമ്മഭൂമിയായ PK രാജൻ്റെ ജന്മം കൊണ്ടും സഖാവ് സൈദാലിയുടെ രക്തം കൊണ്ടും ചുവന്ന പട്ടാമ്പിയിലേക്ക് വരുന്നത്. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.